ഹായ്, എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടി നിങ്ങളെ അവഗണിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ബ്രേക്കപ്പ് സംഭവിച്ചിട്ടില്ല, പക്ഷേ ആൾ ഭയങ്കരമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇനി ഞാൻ എന്താ ചെയ്യുക? അതായത് ആൾ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്താ പ്രശ്നം എന്നുള്ളത് അറിയുന്നില്ല, എൻ്റെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് എന്ന് അറിയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്തെടുക്കണം? അവരുടെ പുറകെ പോകണോ, അതല്ലെങ്കിൽ ഞാൻ വേറെ വല്ല കാര്യങ്ങളും ചെയ്യണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെയാണ്, നിങ്ങളെ അവർ അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, അതായത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതല്ല, അവരെ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ തീർത്തും അവഗണിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് ആ വ്യക്തി റിലേഷൻഷിപ്പിലായിട്ട് പിന്നീട് നിങ്ങളോട് അവർ യാതൊരു മൈൻഡും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സെയിം രീതിയിൽ തന്നെ അവരോട് തിരിച്ചും പ്രതികരിക്കുക എന്നുള്ളതാണ്. അതായത് അവരെ കാണുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആ ഒരു പെൺകുട്ടി അതിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് നിർത്തി ഇവരോട് ചെന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, ഇങ്ങനെ നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കാൻ പോവാം. അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ അവരുടെ പുറകെ പോകുന്ന സമയത്ത് അവിടെ ഡിമാൻഡാണ്. അതായത് അവർ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്നത് കുറച്ചായിട്ട് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് സ്നേഹത്തിന് വേണ്ടി അവരുടെ പുറകെ യാചിച്ച് നടക്കുന്നത്, നിങ്ങളാണ് സ്നേഹത്തിന്റെ ആവശ്യക്കാർ എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരുടെ പുറകെ പോകേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കുറയ്ക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അവളെ നിങ്ങൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്യുന്ന ആ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലൊരു ചിന്ത വരും, ഇതിപ്പോൾ ഞാനാണോ ഇവരെ ഇഗ്നോർ ചെയ്യണത്, അല്ലെങ്കിൽ ഇവരാണോ എന്നെ അവോയ്ഡ് ചെയ്യണത്, ഈ ഒരു കൺഫ്യൂഷൻ അവർക്ക് വരും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി വരും, ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ വിചാരിച്ചത് എൻ്റെ പുറകെ വരും എന്നുള്ളതാണ്, പക്ഷെ ഇത് അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ, എന്നെ ഭയങ്കരമായിട്ട് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നുള്ള രീതിയിൽ ചിന്തകൾ വരാനും അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ത്വര, അതായത് ഒരു ടെൻഡൻസി അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവരെ നിങ്ങൾ അങ്ങോട്ട് കയറി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇമോഷണലി അവരോട് ബിഹേവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചിലർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും, അതായത് ഇങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം സങ്കടം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, അത് അങ്ങനെ കയറി പ്രകടമാക്കും. അതല്ലെങ്കിൽ പ്രതികാരം എന്നുള്ള രീതിയിൽ, അത് ദേഷ്യമൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ പ്രതികാരം വീട്ടുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പ്രതികാരം വീട്ടുക എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ ചിലപ്പോൾ നിങ്ങളോട് ഈ ഇങ്ങനെ ഒരു അവോയ്ഡ് ചെയ്യുന്നത്, അതായത് നിങ്ങളെ അവഗണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാളുമായിട്ട് ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇവർ ചെയ്യുക എന്നറിയാനുള്ള ഒരാഗ്രഹം കൊണ്ടൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിങ്ങനെ വളരെ മോശമായിട്ട് അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ പോകണം, അതായത് നിങ്ങൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ ടെമ്പററി ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ അവോയ്ഡ് ചെയ്താണെങ്കിൽ അത് പെർമനന്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കാം. ഇപ്പോൾ സൈലൻസിലൂടെ നിങ്ങൾ പ്രതികാരം കാണിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. അവർ നിങ്ങളോട് മിണ്ടുന്നില്ലെങ്കിൽ നിങ്ങളും മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബെറ്റർ വേർഷൻ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും നല്ല സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന്റെ പുറകെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്രയും കാലം അവിടെ സ്പോയിൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ ഇവരെ വേണ്ടാന്ന് വെച്ചത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നത് നല്ല കാര്യമാണ്, കാരണം അല്ലെങ്കിൽ ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ പാഴായി പോകും എന്നൊരു ചിന്തയാണ് അവർക്ക് വരുന്നുണ്ടായിരിക്കാം. നേരെ മറിച്ച് ഇപ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തിരിച്ച് അതേപോലെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ല സ്കില്ലുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുകയാണ്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധമാണ് തോന്നുന്നത്, അതായത് ഞാൻ ഇയാളെ വിടണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളി ആകുമായിരുന്നു എന്നൊരു ചിന്ത അവർക്ക് വരും എന്നുള്ളതാണ്. സോ
വീണ്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും നല്ല, നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷൻ നിങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറച്ചൊക്കെ ഫിനാൻഷ്യലി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക, ക്യാഷ് ഒക്കെ ഒന്ന് സേവ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ലൈഫ് ഗോൾസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ പെൺകുട്ടികളും നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി അയാൾ ഓക്കെ ആണോ എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമല്ല അത്. നമ്മൾ പലരും പറയാറുണ്ട് സ്നേഹമാണ് എല്ലാം, സ്നേഹം കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അത് അങ്ങനെയല്ല. സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രതികരണം മോശമായിരിക്കാം, പക്ഷെ സത്യം അതാണെന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഇയാൾ ഓക്കെ ആണോ, ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഓക്കെ ആവുമോ, സെറ്റിൽഡ് ആവുമോ, സേഫ് ആകുമോ, ഇതൊക്കെ ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയുള്ളത്. നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സേഫ് ആണെന്ന് തോന്നും. ഇയാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും, അതായത് വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇയാൾക്കിനെ നോക്കാൻ പറ്റും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ അല്ലെങ്കിലും ഇനി ഓക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് ഇംപ്രൂവ്മെന്റിന് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പൊ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ പോയിന്റ്സ് തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമൊന്നുമല്ല, കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ടൈം എടുത്താലും കുഴപ്പമില്ല. എനിക്ക് അവരെ തന്നെയാണ് ലൈഫിലേക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ലൈഫ് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ കുറച്ച് ടൈം എടുത്താലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊരു റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇപ്പൊ വീഡിയോയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇനിയിപ്പോൾ അത് ചെയ്താൽ നല്ലതായിരിക്കും, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക് എന്നുള്ളതും ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നോക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്